മുറിച്ചെടുക്കാൻ കത്തി വേണ്ട, കയ്യിൽ പശ പറ്റുമെന്ന പേടിയിൽ വെളിച്ചെണ്ണ തേക്കുകയും വേണ്ട. പ്ലാവിൽ നിന്ന് കൈകൊണ്ട് തന്നെ വിടർത്തിയെടുത്ത് ചുളകൾ കഴിക്കാവുന്ന അപൂർവ ചക്കയുണ്ട് കോഴിക്കോട്. മലേഷ്യൻ ഇനത്തിൽപ്പെട്ട നങ്കറ്റ് ടാങ്ക് എന്ന ചക്കയാണ് സൗത്ത് കാരശ്ശേരിയിലെ അബ്ദുവിന്റെ കൃഷിയിടത്തിലുള്ളത്. ആ വിശേഷങ്ങളിലേക്ക്. സൂപ്പർ മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കുറച്ചൊരു നാര് പോലെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൗത്ത് കാരശ്ശേരിയിലെ പൊയിലിൽ അബ്ദുവിന്റെ വീട്ടുമുറ്റത്താണ് അപൂർവ ഇനം നങ്കട്ടാങ്ക് ചക്ക ആദ്യമായി കായ്ച്ചത്. 3 വർഷം മുമ്പ് മലേഷ്യയിൽ നിന്നും എത്തിച്ച പ്ലാവിന്റെ തൈ നട്ടു. കൃത്യം 3-ാം വർഷം 25ഓളം ചക്കകൾ പ്ലാവിൽ വിളഞ്ഞു. സാധാരണ ചക്കകളെ അപേക്ഷിച്ച് വലിപ്പം കുറവാണെങ്കിലും തേൻ പോലെ മധുരമുള്ള ചുളകളാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. ഇത് മറ്റ് ചക്കകൾ വ്യത്യസ്തമാക്കുന്നത് ഇതിന് വിളഞ്ഞില്ല. നമുക്കിപ്പോൾ വിളഞ്ഞാണല്ലോ മെയിൻ പ്രശ്നം. കുട്ടികൾക്കൊക്കെ ചക്ക കഴിക്കാനും ഒട്ടിപ്പോവും, ചുണ്ടൊട്ടിപ്പോവും, കൈ ഒട്ടിപ്പോവും. അതൊന്നും പ്രശ്നമല്ല. അത് കൂഞ്ഞ ഉണ്ടാവുമല്ലോ, വിളഞ്ഞുള്ള കൂഞ്ഞ പ്ലാവിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവുക. അതിങ്ങനെ അടത്തിയെടുത്തിട്ട് അതിൽ നിന്ന് ഒന്നിങ്ങനെ കഴിക്കാൻ പറ്റും. നല്ലൊരു സംഭവം. നങ്കട്ടാങ്കിന് പുറമെ കെൽഡർ, ടാൻ, സൂര്യ, വിയറ്റ്നാം ഏർലി റെഡ്, പത്താംമൂട്ടം തുടങ്ങി 12-ലധികം അപൂർവ ഇനം പ്ലാവിനങ്ങളാണ് അബ്ദുവിന്റെ കൃഷിയിടത്തിൽ വളരുന്നത്. അപൂർവ ഫലവൃക്ഷങ്ങളാണ് അബ്ദുവിന്റെ തോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ അബ്ദുവിനെ കൃഷിയിലേക്ക് എത്തിച്ചത് ബാല്യകാലം മുതൽക്കേ കൃഷിയോടുള്ള താല്പര്യമാണ്. വീട്ടുമുറ്റത്തെ ഒരൊറ്റ മാവിൽ ബെഡിംഗ് നടത്തി 80-ലധികം വ്യത്യസ്ത മാങ്ങ ഇനങ്ങൾ അബ്ദു വളർത്തിയെടുത്തിരുന്നു. ജനം, കോഴിക്കോട്.